ഇന്നിപ്പോൾ കേന്ദ്ര നേതാക്കളടക്കം പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ പരാജയത്തിൽ മുഖ്യമന്ത്രി അടക്കം നൽകിയ വിശദീകരണം കേന്ദ്ര നേതാക്കൾ ദഹിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. ഈ ഉയർന്നൊരു വിമർശനം ന്യൂനപക്ഷ പ്രീണനമാണ്. പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തെ പ്രീണിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ അത് വലിയ തോതിൽ തിരിച്ചടിയുണ്ടാക്കി. ഹിന്ദു വോട്ടുകൾ എതിരാക്കി. ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിക്കേണ്ട കോട്ടയം, പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിൽ അതൊട്ടും ലഭിക്കാത്ത പശ്ചാത്തലമൊരുക്കി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കേന്ദ്ര നേതാക്കൾക്ക് എന്തായിരിക്കും പറയാനുണ്ടാവുക? ഇപ്പോഴത്തെ ഈ അതിശക്തനായ പിണറായി വിജയനെ ഇപ്പോഴത്തെ പരാജയത്തിന്റെ മാത്രം ദൗർബല്യത്തിൽ മാറ്റാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശമെങ്കിലും മുന്നോട്ട് വെക്കാനുള്ള ആർജവം അവർക്കുണ്ടാകുമോ ഈ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ വൻ തോൽവി ഏറ്റുവാങ്ങിയ പശ്ചാത്തലത്തിൽ? ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം അത്തരമൊരു നിലപാടെടുക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് കഴിയില്ല. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആരാൻ തീരുമാനിക്കേണ്ട സംസ്ഥാനത്തെ പാർട്ടി തന്നെയാണ്. എങ്കിലും കേന്ദ്ര നേതൃത്വം മുഖ്യമന്ത്രി മാറണമെന്ന ഒരു നിലപാടും ഈ യോഗത്തിൽ സ്വീകരിക്കില്ല. മുഖ്യമന്ത്രി മാറണമെന്ന പൊതുവിൽ അഭിപ്രായം വരാനും ഇടയില്ല. പക്ഷേ അതിന് ശൈലി തിരുത്തണമെന്ന ആവശ്യം പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട്. അതിനോട് എങ്ങനെ കേന്ദ്ര നേതൃത്വം നിലപാടെടുക്കും? അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞല്ലെങ്കിൽ പോലും സർക്കാരിന്റെ പ്രവർത്തന രീതി മാറണമെന്നൊരു ആവശ്യം ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം ഉന്നയിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. കാരണം സംസ്ഥാനത്തെ പരാജയം വളരെ ഗൌരവത്തോടെയാണ് CPM-ന്റെ കേന്ദ്ര നേതൃത്വം കാണുന്നത്. മറ്റൊരു സംസ്ഥാനത്തും CPM-ന് പ്രതീക്ഷിക്കാൻ ഇടമില്ല. CPM-ന് ഒരു തുടർഭരണം അല്ലെങ്കിൽ ഒരു ഭരണം സമീപകാലത്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ അത് കേരളത്തിലല്ലാതെ ഇനി ഒരിടത്തും അത്തരമൊരു പ്രതീക്ഷയില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ട തിരുത്തലുകൾ നടത്തണം എന്നൊരു കടുത്ത നിലപാട് കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. അത് എങ്ങനെ വേണമെന്ന നിർദ്ദേശം ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വച്ചേക്കും. സർക്കാരിന്റെ പ്രവർത്തന രീതിയിൽ, ശൈലിയിൽ, ഏറ്റെടുക്കുന്ന വിഷയങ്ങളിൽ അല്ലെങ്കിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ മുൻഗണനയിലൊക്കെ അത്തരം മാറ്റങ്ങൾ വേണമെന്ന നിർദ്ദേശമാകാം ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വയ്ക്കുക. അതിന് ഏത് തരത്തിലുള്ള ഒരു അഴിച്ചുപണിയിലേക്ക്, സ്വാഭാവികമായും അഴിച്ചുപണി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ മന്ത്രി മാറിയുകൊണ്ട് മാത്രം കാര്യമുണ്ടാകില്ല. മന്ത്രിസഭയിൽ കാര്യമായ മാറ്റമുണ്ടാകുമോ, അല്ലെങ്കിൽ മാറ്റമുണ്ടാകുന്നു, സർക്കാർ പ്രവർത്തന രീതി മാറ്റുന്നു എന്ന ബോധ്യം ജനങ്ങൾക്കുണ്ടാകാൻ ഉതകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾക്ക് നേതൃത്വം തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. CPM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ട് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര നിലപാട് അവർ യോഗത്തെ അറിയിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും രാധാകൃഷ്ണൻ മാറണം. രാധാകൃഷ്ണൻ MP സ്ഥാനത്തേക്ക് ജയിച്ച ആളാണ്. അവിടെ പുതിയ മന്ത്രി വരണം. ആരാണെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിരവധി യുവ നേതാക്കളെ അടക്കം ഇതിൽ പരിഗണിക്കുന്നുണ്ട്. കിരൺ ബാബു, നേരത്തെ ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് CPM-ന് ചൂണ്ടിക്കാട്ടാൻ നിരവധി നേതാക്കളുണ്ട് പിണറായിക്ക് പകരം. പക്ഷേ ഇത് ഇപ്പോൾ നമുക്കറിയാം, ഈ സംസ്ഥാനത്ത് 10 വർഷമായി ഉള്ള പിണറായിയുടെ ഭരണം, അത് ജനങ്ങൾക്കുള്ള അദ്ദേഹത്തിനുണ്ടായ ഒരു അപ്രമാദിത്വം, പാർട്ടിക്കപ്പുറം വളർന്ന ഒരു നേതാവ്, അത്രത്തോളം കിടപിടിക്കാൻ പറ്റിയ ഒരു മുഖത്തെ CPM-ന് മുന്നോട്ട് വെക്കാനാകുമോ? ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു മാറ്റം ചർച്ചയ്ക്ക് വന്നാൽ? രഞ്ജിത്ത്, എന്തായാലും തൽക്കാലം കേരളത്തിലെ CPM-ലോ കേന്ദ്ര CPM-ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറണം എന്നൊരാവശ്യം ഉയരാനുള്ള സാധ്യത തീരെയില്ല. കേരളത്തിന്റെ CPM-ന്റെ രാഷ്ട്രീയമായാലും കേന്ദ്രത്തിന്റെ CPM-ലെ നേതാക്കളുടെ രാഷ്ട്രീയമൊക്കെ പരിശോധിച്ചാൽ അങ്ങനെ ഒരു ആവശ്യം എന്തായാലും ഉയരാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഒരു പരിഗണന പാർട്ടിയുടെ മുന്നിലേക്ക് എന്തായാലും വരില്ല. പുറത്ത് മറ്റു പാർട്ടികളോ അല്ലെങ്കിൽ മറ്റാളുകളോ അത്തരം ചർച്ചകളിലേക്ക് വന്നേക്കാം. എന്തായാലും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിലോ അത്തരം ഒരു ആവശ്യം ഉയരാനുള്ള സാധ്യതയില്ല. അല്ലെങ്കിൽ അത്തരം ഒരു രീതി CPM-നും ഇല്ല. ഈ തെരഞ്ഞെടുപ്പിൽ CPM-ലെ പിണറായി വിജയന്റെ വ്യക്തിപരമായ സ്വഭാവം കൊണ്ടാണ്, അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ് പരാജയം നേരിട്ടത് എന്നൊരു വിലയിരുത്തലിലേക്കും എന്തായാലും പാർട്ടി പോകാനുള്ള സാധ്യതയില്ല. CPM-ന്റെ രീതി അനുസരിച്ച് ഒരു മുഖ്യമന്ത്രിയെ നിശ്ചയിക്കേണ്ടത്, മുഖ്യമന്ത്രി ഏത് തരത്തിൽ ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് വീഴ്ച ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പാർട്ടി സെക്രട്ടറിക്ക് കൂടി ചേർന്നതാണ്. അത് പലപ്പോഴും പ്രായോഗിക തലത്തിൽ അങ്ങനെ അല്ലാതെ പാർട്ടി സെക്രട്ടറിക്ക് അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾ വരികയും അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങൾ പാർട്ടിയുടേതായി നടപ്പാക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴുമുണ്ട്. പക്ഷേ സാങ്കേതികമായി CPM ഇപ്പോഴും വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ CPM-ന്റെ രീതി എന്ന് പറയുന്നത് പാർട്ടിയാണ് ഇതിന് പൂർണ്ണമായ ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെ ശൈലി മാറ്റണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തന രീതി മാറ്റണം. അത്തരം വരുത്തലുകൾക്കും തിരുത്തലുകൾക്കും ഒക്കെ തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലേക്കുള്ള ചില വിമർശനങ്ങളും ചിലപ്പോൾ സ്വാഭാവികമായും ഉയരാൻ സാധ്യതയുണ്ട്. സർക്കാരിന്റെ നേരത്തെ CPI തന്നെ ഉന്നയിച്ചതുപോലെ സർക്കാർ ഭരണ സംവിധാനത്തിന്റെ രീതികളും വകുപ്പുകളുടെ പ്രവർത്തനം ഒക്കെ സംബന്ധിച്ച് അത്തരത്തിലേക്കുള്ള വിമർശനങ്ങൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാരണവശാലും മുഖ്യമന്ത്രി മാറണം എന്നൊരു അജണ്ടയിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു ചർച്ചയിലേക്ക് കേരളത്തിലെ CPM-ഓ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വമോ പോകാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് തന്നെ പറയാം. കിരൺ ബാബുവും BV അരുണുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.